മിക്ക ആളുകളും ഫിനാൻഷ്യലി സ്ട്രഗിളിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ അല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവരുടെ ചില ഹാബിറ്റ്സ് കാരണമാണ്. അല്ലെങ്കിൽ നല്ലൊരു ഹാബിറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ ഫിനാൻഷ്യലി സ്ട്രഗിളിൽ കഴിയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 7 മണി മിസ്റ്റേക്സ് ആണ്. ഈ 7 മണി മിസ്റ്റേക്സ് അല്ലെങ്കിൽ 7 മണി മിസ്റ്റേക്സ് എല്ലാവരും അവരുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ആക്കുവാണെങ്കിൽ എല്ലാവർക്കും ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളായി തീരുവാൻ കഴിയുന്നതായിരിക്കും. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വലിയ ഫിനാൻഷ്യൽ പാഠങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള 7 കാര്യങ്ങളാണ്. നമ്മൾ ഈ 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണി മൈൻഡ് സെറ്റ്, ചില ഹാബിറ്റ്സ്, റൊട്ടീന്, ചെറിയ മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ വളരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഫിനാൻഷ്യലായിട്ട് നമുക്ക് സ്റ്റേബിൾ ആകുവാൻ സാധിക്കും. നല്ലൊരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനും ഈ ജീവിതത്തിൽ ഇതേ സെയിം അവസ്ഥകൾ നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ ഏൺ ചെയ്യുന്നു, ഇൻകം ഉണ്ട്, പക്ഷേങ്കിൽ എന്നാൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആകുന്നില്ല. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ബാക്കപ്പ്, ഒരു എമൗണ്ട് ഒന്നുമില്ല, ഒരു മിച്ചം പിടിക്കാനായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ നാളുകൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇൻകം ഇല്ലാത്തതല്ലാണ് എല്ലാ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. അപ്പം ഞാൻ ഇതേപോലെ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ എനിക്ക് ഗ്രാജുവലി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. ഫിനാൻഷ്യലി നമുക്കൊന്ന് നല്ല ഒരു വിധം സ്റ്റേബിൾ ആകുവാൻ സാധിച്ചു. അപ്പോൾ ആ വഴികൾ, ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഇതേ മാർഗത്തിലൂടെ, ഈ സ്റ്റെപ്സിലൂടെ അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആകാൻ സാധിക്കും. മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് വിത്തൗട്ട് എ പ്ലാൻ എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ യാതൊരു പ്ലാനും ഒരു പദ്ധതിയും ഇല്ലാതെ ചുമ്മാ അതങ്ങ് ജീവിക്കുക. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം വരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും അടുത്ത ദിവസം ഇത് തന്നെ. യാതൊരു പ്ലാനും ഇല്ലാതെ ജീവിതത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഇൻകം വരുന്നു, അത് ആദ്യം ശമ്പളം വരുന്നു, അത് ചിലവഴിക്കുന്നു, പിന്നെ കയ്യിലൊന്നും മിച്ചമില്ല. അതുകൊണ്ട് ഒന്നും മാറ്റി വെക്കാനൊന്നുമില്ല എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ഇൻകം വരുന്നു, സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ സേവിങ്സ് ഇല്ല. പക്ഷെങ്കിൽ ശരിയായിട്ടുള്ള മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇൻകം വരുന്നു, ഇൻകത്തിൽ നിന്ന് നമ്മളൊരു ഭാഗം സേവ് ചെയ്യുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ബാക്കി എത്രയാണോ ഉള്ളത് അതായിരിക്കണം സ്പെൻഡ് ചെയ്യുന്നത്, അതായിരിക്കണം ആ മാസം സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പം എത്ര രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. ചിലപ്പോൾ 500 ആയിരിക്കാം, ചിലപ്പോൾ 1000 ആയിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ആ ഒരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകുന്നതായിരിക്കും. ചെറിയ തുകകൾ ആദ്യം മാറ്റി വെച്ചാണ് നമ്മൾ പിന്നെ ഗ്രാജുവലി അത് വലിയ തുകയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ടു ഫാസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതും പെട്ടെന്ന് നമ്മളതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ പുതുതായിട്ടൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടി, ഉടൻ തന്നെ നമ്മുടെ ലൈഫിനെ പൂർണ്ണമായിട്ട് മാറ്റി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് പുതിയൊരു വാഹനം എടുക്കുക, ഒരു EMI ഇട്ട് ഒരു പുതിയ മൊബൈൽ മേടിക്കുക, പുതിയ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ തുടരെ അങ്ങ് ഔട്ടിങ്ങിന് പോവുക, പുറത്ത് കഴിക്കാൻ വേണ്ടി അങ്ങ് തുടർച്ചയായിട്ട് പോവുക. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അങ്ങ് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യുക, ഒരു തെറ്റായിട്ടുള്ളൊരു സാമ്പത്തിക ശീലമാണത്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് ഗ്രോ കഴിഞ്ഞതിന് മാത്രമേ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഗ്രോ ചെയ്യാൻ നോക്കാവൂ. അല്ലാതെ നമ്മുടെ വെൽത്ത് ഗ്രോ ചെയ്യുന്നതിന് മുമ്പേ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ഗ്രോ ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് അവിടെ കൂടത്തേ ഉള്ളൂ, നമുക്ക് കയ്യിൽ മിച്ചമൊന്നും കാണത്തില്ല. നമ്മളെന്നും ഈ സാലറി ടു സാലറി ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട്. മിസ്റ്റേക്ക് നമ്പർ 3 ഐ വിൽ തിങ്ക് ഇൻവെസ്റ്റ് ലേറ്റർ എന്നുള്ളതാണ്. അതായത് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസമാട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷമാട്ടെ എന്ന് ചിന്തിക്കുന്നതാണ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. നിങ്ങൾ എത്രയും നേരത്തെ തുടങ്ങുന്നോ, എത്രയും നേരത്തെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ് തുടങ്ങുന്നു, അത്രയും വേഗം അതിൽ ശക്തമായിട്ട് നമ്മുടെ വെൽത്ത് വളർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒരു 25-30 ഇയേഴ്സിൽ തന്നെ നമ്മൾ ചെറിയ എമൗണ്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ പിന്നീട് ഒരു വലിയ എമൗണ്ട് തുടങ്ങുന്നതിനെക്കാട്ടിലും നമുക്കൊരു ഹ്യൂജ് ഒരു ഗ്രോത്ത്, ഒരു എമൗണ്ട് നമുക്ക് കിട്ടും.
അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങുന്നു അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ തുടങ്ങുക, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അത് എത്ര ചെറിയ തുകയാണെങ്കിലും അത് പിന്നെ ഗ്രാജുവലി നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. പക്ഷേ എത്രയും നേരത്തെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. മിസ്റ്റേക്ക് നമ്പർ 4, നോട്ട് ട്രാക്കിംഗ് എക്സ്പെൻസ്. അതായത് നമ്മുടെ ചിലവുകൾ നമ്മൾ അതിനെ നോക്കുന്നില്ല. ചിലവുകൾ എത്രത്തോളം നമ്മുടെ ഓരോ മാസവും ഉണ്ടാകുന്നു, ഒരു വർഷം ഉണ്ടാകുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ബോധവുമില്ല. നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിലവ് അറിയത്തില്ലെങ്കിൽ നമ്മളുടെ മണി നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് അതിനർത്ഥം. ചിലവ് എത്രയുണ്ട്, വരവ് എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം സാലറി ഇത്ര കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ വരുന്ന പൈസ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാതായി പോകും. എല്ലാവരും പറയാറുണ്ട് ഇത്ര പൈസ എമൗണ്ട് എനിക്ക് വന്നു, പക്ഷേ ഇത് എവിടെ പോയി എന്ന് അറിയത്തില്ല എന്നുള്ളത്. അതാണ് എക്സ്പെൻസ് എവിടെയാണെന്ന്, ഏത് വഴി പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് എക്സ്പെൻസ് ആകുന്നു എന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല. അപ്പോൾ നമ്മൾ 10 ദിവസമെങ്കിലും നമ്മൾ ഈ എക്സ്പെൻസ് എഴുതി വെച്ച് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഇത്രയൊക്കെ ചിലവുകൾ ഇന്ന ഏരിയകളിൽ വന്നു, ഇത്ര രൂപ അവിടെ ഇവിടങ്ങളിലായിട്ട് ഞാൻ ചിലവഴിച്ചു, ഇന്ന ചിലവുകൾ എനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ ട്രാക്ക് ചെയ്യുക, അത് എഴുതി വെക്കുക. അതെങ്ങനെയായാലും ഡിജിറ്റലായിട്ട് ആപ്പ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഡയറി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മൾ എക്സ്പെൻസ് നമ്മൾ നോട്ട് ചെയ്ത് അതിനെ ട്രാക്ക് ചെയ്ത് വെക്കണം. അതാണ് നമ്മളുടെ സാമ്പത്തിക അടിത്തറയ്ക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറയും. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല. കാരണം പൈസ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നറിയാതെ പൈസ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും നടക്കത്തില്ല. മിസ്റ്റേക്ക് നമ്പർ 5 എന്ന് പറയുന്നത് നോ എമർജൻസി ഫണ്ട് എന്നുള്ളതാണ്. ഇത് മിക്ക ആൾക്കാർക്കും, അതായത് എമർജൻസി ഫണ്ടില്ല. അതായത് പെട്ടെന്നൊരു ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു, പെട്ടെന്നൊരു മെഡിക്കൽ ഇഷ്യൂ വന്നു, ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അല്ലെങ്കിൽ എന്തൊരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോബ് പോയി, അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു 2-3 മാസത്തേക്ക് ജീവിക്കാനുള്ളൊരു തുക പോലും കയ്യില്ലാതെ നമ്മൾ വിഷമിക്കുന്ന ഒരു ഘട്ടം. അപ്പോൾ അതിനൊരു എമർജൻസി ഫണ്ട് നമ്മൾ തീർച്ചയായിട്ടും വെക്കുന്നത്. മിനിമം ഒരു 3 മന്ത്സ്, നമ്മുടെ ഒരു 3 മന്ത്സിൻ്റെ എക്സ്പെൻസെങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരിടത്ത് സേവ് ചെയ്ത് വെക്കണം. അത് നമ്മൾ എൻജോയ്മെൻറ്റിനോ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല തുക മാറ്റി വെക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ബാക്കപ്പ്, നമുക്ക് വേറെങ്ങും അന്നേരം പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമോ വലിയ കൂടിയ പലിശയ്ക്ക് പൈസ കടം മേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്കൊരു എമർജൻസി ഫണ്ട് മസ്റ്റായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് ഇല്ലാത്തതാണ് ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഒരിക്കലും പാടില്ല. നമ്മൾ എമർജൻസി ഫണ്ട് മിനിമം 3 മാസത്തെ നമ്മുടെ ലൈഫ് എക്സ്പെൻസ്, 3 മാസത്തെ ചിലവ് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 6, ടൂ മണി ലോൺസ് അല്ലെങ്കിൽ EMI എന്നുള്ളതാണ് 6ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് അനേകം ലോണുകൾ എടുക്കുക, 2, 3, 4 ലോൺ എടുക്കുക. അതിനപ്പം 3, 4 EMI ഒക്കെയാണ് ഒരു മാസം വരുന്നത്. അത് ഈ ലോണുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ആഡംബര ബൈക്കുകൾ മേടിക്കാൻ, വില കൂടിയ കാറുകൾ SUVകൾ മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷോ ഓഫിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ഫോറിൻ ട്രാവലിംഗ് നടത്താൻ, അതുപോലെ പേഴ്സണൽ ലോൺ എടുക്കുന്ന വ്യക്തികളുണ്ട്, നല്ല ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ മറ്റുള്ളവരൊക്കെ വീട് വെച്ചു അല്ലെങ്കിൽ വെറുതെ എന്ന് കരുതി നിങ്ങളും പുതിയൊരു വീട് വെക്കാൻ വേണ്ടി ഒരു ലോൺ എടുക്കുന്നു. അതൊരു നിങ്ങൾക്ക് താങ്ങാൻ മേലാത്ത ഒരു അവസ്ഥയായിരിക്കുമ്പോൾ വീണ്ടും ഒരു ലോൺ എടുക്കുന്നതൊക്കെ വളരെ ഒരു സാമ്പത്തികമായ മിസ്റ്റേക്സാണ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. അപ്പം അനേകം ലോണുകൾ എടുത്ത് സാമ്പത്തിക ബാധ്യത കൂട്ടാതെ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ലോൺ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള ഷോ ഓഫിനും വെഡ്ഡിങ് ഒക്കെ, ഈ ഷോ ഓഫ് വെഡ്ഡിങ് കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ കടം മേടിച്ച് വെഡ്ഡിങ് നടത്തുന്ന അനേകം പേരുണ്ട്. മക്കളുടെയും സ്വന്തം കല്യാണം നടക്കുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സാമ്പത്തികമായിട്ട് വളരെ മിസ്റ്റേക്കാണ് കാണിക്കുന്നത്. മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കഴിവതും ഇത്തരം ലോണുകൾ ഒഴിവാക്കുക. ഉള്ള ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക, ലോണുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ലോൺ എടുക്കുകയാണെങ്കിൽ അത് വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോണുകൾ മാത്രമായിരിക്കണം. 7ാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ ഫിനാൻഷ്യൽ ഗോൾ ഇല്ലാത്തതാണ്. നോ ഫിനാൻഷ്യൽ ഗോൾ. അതായത് സാമ്പത്തികമായിട്ട് ഒരു ഗോളില്ലെങ്കിൽ, ഒരു ലക്ഷ്യമില്ലെങ്കിൽ പൈസ പിന്നെ എവിടെ പോകുന്നു എന്നതിന് യാതൊരു കയ്യും കണക്കും കാണത്തില്ല. മനസ്സിലായോ? അപ്പം നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മാറ്റി വെക്കണം എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള
ഒരു ധാരണ നമുക്ക് വേണം. അടുത്ത 5 വർഷത്തേക്ക് എന്തായിരിക്കണം, അടുത്ത 10 വർഷത്തേക്കുള്ള നമ്മുടെ ഫിനാൻസ് എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്രമീകരിച്ച് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ മണി എങ്ങും പോകത്തില്ല, മണി അവിടെ ഗ്രോ ആയിരിക്കും, നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പം എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെൻഡിങ് വളരെ ട്രാക്ക് ചെയ്യുക, അതിനെ മിനിമൈസ് ചെയ്യുക, അതിനെ ഓർഡറിലാക്കുക, നമ്മൾ സേവ് ചെയ്യുക, സേവിങ്സ് തുടങ്ങുക, അത് 500 ആയാലും 1000 ആയാലും അത് തുടങ്ങുക. അൺനെസസറി ആയിട്ടുള്ള ചിലവുകൾ, സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള EMI ഒക്കെ ഒഴിവാക്കുക, അതെല്ലാം ക്ലോസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുപോലെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 3 മാസത്തെയെങ്കിലും നമ്മളുടെ എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് എടുത്ത് മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ 7 കാര്യങ്ങൾ നമ്മൾ ഈ 7 മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളാകാൻ കഴിയും. മെല്ലെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, മെല്ലെ ഗ്രോ ചെയ്യാനൊക്കെ സാധിക്കും. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് കരകയറി വരാൻ സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ആ ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മൾ ഇത് നേടിയെടുക്കുന്ന കാര്യമൊന്നുമല്ല. പതിയെ പല 3, 4, 5 മാസങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്കിത് ഗ്രോ ചെയ്തുകൊണ്ട് വരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും ഇതിന് കഴിയുന്നതായിരിക്കും, എല്ലാവർക്കും ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ചെയ്യണം, ഇത് അച്ചീവ് ആകണം, സ്റ്റേബിൾ ആകണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പല വീഡിയോകളും ഇനി നമ്മുടെ ചാനൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു.